അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല മക്കൾ. നമുക്കിന്ന് ഒരു പാട്ടിലൂടെ തുടങ്ങാം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനൊക്കത്തൊരു പാട്ടുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനൊക്കത്തില്ല. എന്താണ് ആ പാട്ടിൽ പറഞ്ഞത്? സുബഹി നേരം ദിക്റ് ചൊല്ലി ഞാൻ എഴുന്നേൽക്കും. എന്താണ്? സുബഹി നേരം ദിക്റ് ചൊല്ലി ഞാൻ എഴുന്നേൽക്കും. ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ച് കുളിക്കും. ഒളു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കും. ഡ്രസ് ചെയ്ത് പുസ്തകവും പേനയെടുക്കും. പിന്നെ വേഗം മദ്രസയിൽ ചെന്ന് പഠിക്കും. നല്ല കുട്ടിയായി സ്വർഗം നേടി ജയിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ വരി പറഞ്ഞ എന്താണ്? സുബഹി നേരം ദിക്റ് ചൊല്ലി ഞാൻ എഴുന്നേൽക്കും. ഒരു മനുഷ്യൻ ഉടനെ നമ്മൾ ചെല്ലേണ്ടത് എന്താണ്? അൽഹംദുലില്ലാ എന്ന് പറയണം. എന്താ പറയണം? ഒരു കെട്ട്, ബിലീസിന്റെ 3 കെട്ട് കെട്ടും. ഒന്നാമത്തെ കെട്ട് പൊട്ടിക്കുന്നത് എന്താണ്? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴാണ് അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അത് ഫുള്ളായിട്ട് നമ്മൾ ചെല്ലണം. ഒന്നെങ്കിലും എന്തെങ്കിലും പറയണം, അൽഹംദുലില്ലാ എന്നെങ്കിലും പറയണം. രണ്ടാമത്തെ കെട്ട് പൊട്ടുന്നത് എന്തുകൊണ്ടാ? മനുഷ്യൻ പോയി ഉളു എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ശൈത്താന്റെ കെട്ടും പൊട്ടും അല്ലേ? മൂന്നാമത്തെ കെട്ട് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നിസ്കരിക്കുമ്പോഴാണ്. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നിസ്കരിക്കുമ്പോഴെന്തായി മാറിയും? ശൈത്താന്റെ കെട്ടൊക്കെ മാറി നമുക്ക് ഉഷാറായിട്ട് അന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ശൈത്താന്റെ കെട്ട് ഒരുപാട് നമ്മളിൽ കിടപ്പുണ്ട് അല്ലേ? ഒരുപാട് ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ദിക്റ് ചൊല്ലിയല്ല നമ്മൾ ഉണർന്നത്. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് ഈ പാട്ട് എപ്പോഴും ഓർമ്മ വേണം. ഇൻഷാ അല്ലാഹ് അതിന്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ബോർഡിൽ കുറച്ച് വാക്കുകൾ എഴുതാൻ പോവാം കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ നോക്കിക്കോ. ഈ അക്ഷരങ്ങൾ അറിയാമല്ലോ. ഷീനാണ്. ഇത് ഷ. ഇതോ ദാല് അല്ലേ? അപ്പൊ ഈ അക്ഷരം എന്താണ്? ഇതിപ്പോ എന്താ വായിക്കും? ഷദാന്ന് വായിക്കും അല്ലേ? ഇപ്പോഴോ ശ്രദ്ധ. ഇന്ന് നമ്മൾ പഠിക്കാനുള്ള എന്താണെന്നറിയാം? മെയിനായിട്ട് പഠിക്കാനുള്ള എന്താണ്? ഷദ്ദിനെ കുറിച്ചാണ് പഠിക്കാൻ. എന്താ പഠിക്കുന്നത്? എന്താണ്? ഷദ്ദിനെ കുറിച്ച്. അപ്പൊ ശ്രദ്ധ എന്ന് എഴുതിയപ്പോ എന്താണ്? ഇവിടെ എന്തായി? നമുക്ക് ഷീന് ഇതായി. ഇതെന്താണ്? ഷദ്. ഇപ്പൊ എന്തായി? ഷദ്. അപ്പൊ ഇതാ കുറച്ച് വാക്കുകൾ നമ്മൾ എഴുതുവാണ്. ശ്രദ്ധ, ഷദ്. ഇതോ ജദ്ദ. ജിദ്ദ. എല്ലാം നിങ്ങൾക്ക് എളുപ്പമുള്ള പദങ്ങളാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ട എന്താണ്? ഇപ്പൊ കുറെ വാക്കുകൾ. ശ്രദ്ധ, ഷദ്, പിന്നെ ജദ്ദ, ജിദ്ദ. ഇനി കുറച്ചും കൂടെ വാക്ക് എഴുതാൻ പോവാ. നോക്കേ, ഇതെന്താ? മദ്ദ. എല്ലാത്തിനകത്ത് എന്തുണ്ട്? ഷദ്ദുണ്ട്. എന്തുവാ? ജറ. ഇതെന്താണ്? സർറ. ഇതോ കറ. ഇപ്പൊ ഇതെല്ലാം വായിക്കാറില്ല. ഒന്ന് വായിച്ചേ. ശ്രദ്ധ, ഷദ്, ജദ്ദ, ജിദ്ദ, മദ്ദ, ജറ, സർറ, കറ. മാഷാ അല്ലാഹ്. പഠിച്ചില്ല? നമുക്ക് ഇതിന്റെ പാട്ടൊന്ന് പാടാം. ഞാൻ പാടിത്തരാം, നിങ്ങൾ കേട്ട് പാടണം കേട്ടോ. ഹർഫിന് മീതെ ഷദ്ദുണ്ടെങ്കിൽ, ഹർഫിന് മീതെ ഷദ്ദുണ്ടെങ്കിൽ, ഹർഫിന് മീതെ ഷദ്ദുണ്ടെങ്കിൽ, ഹർഫ് കനത്തിൽ പറയണം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അക്ഷരങ്ങളാ. ഹർഫ് എന്ന് പറയുന്നത് അക്ഷരം. ആ അക്ഷരത്തിന് മേലെ അങ്ങനെ W പോലെ കിടക്കുന്ന സാധനം ഉണ്ട് അല്ലേ? ഇതാണ് ഷദ്. ഈ ഷദ്ദിന്റെ മേളിൽ ഈ കിടക്കുന്ന ശബ്ദം ഉണ്ടെങ്കിൽ എന്ത് പറയും? എല്ലാ അക്ഷരം എങ്ങനെ പറയണം? കനപ്പിച്ച് പറയണം.
ബ എന്നുള്ളത് എങ്ങനെയാണ്? ബ. മ എന്നുള്ളത് മ. കണ്ട ഉമ്മ. അതിന് അൽഫിന് ലമ്മും കൂടി ഇട്ടപ്പോ എന്തായി? ഉമ്മ, അമ്മ. കണ്ട എല്ലാത്തിനകത്തും എന്ത് വന്നു? ശബ്ദ വന്നു. അപ്പൊ ഒരൊറ്റ വരി നമുക്ക് പഠിച്ച് എന്താണ് ശബ്ദം? എന്താണ്? ഹർഫിന് മീതെ ശബ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ഇനി നമ്മൾ ഈ എഴുതിയ വാക്ക് വെച്ച് നമ്മൾ ഒരു പാട്ട് പഠിക്കാം. എന്താണെന്നറിയോ? എന്താണ്? ശബ്ദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി നജ്മുദ്ദീൻ എന്ന് പറഞ്ഞേ. ശബ്ദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി നജ്മുദ്ദീൻ. അണ്ട ജദ്ദ നമ്മൾ എഴുതിയില്ലേ? ഇവിടെ ജിദ്ദ എഴുതിയില്ലയോ? അപ്പൊ ശബ്ദ എഴുതിയില്ലയോ? അപ്പൊ ശബ്ദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി അണ്ട നജ്മുദ്ദീൻ. അപ്പൊ നജ്മുദ്ദീൻ എഴുതുമ്പോൾ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചോ. നജ്മുദ്ദീൻ ആണ് എഴുതുക. നജ്മു എഴുതിയതാ നജ്മു അല്ലേ? പിന്നെ നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഒരു അലിഫിൽ ലാം ഉണ്ട്. എന്തുണ്ട്? ഈ അലിഫിൽ ലാമിന് ശേഷം പിന്നെ ദാലാണുള്ളത് അല്ലേ? നജ്മുദ്ദീൻ. ഇപ്പൊ എന്തൊക്കെ എഴുതിയാൽ ഇനി നജ്മുദ്ദീൻ കിട്ടാൻ എന്തുണ്ട്? യാ ഉണ്ട്. കസറിന് കിട്ടാൻ യാ ഉണ്ട്. പിന്നെ അവസാനം എന്തുണ്ട്? ഒരു നൂനുണ്ട്. നൂൻ എന്താണ്? സുക്കൂൻ. അപ്പൊ ഈ നജ്മുദ്ദീൻ പറയുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നജ്മുദ്ദീനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാ? ഇപ്പൊ നജ്മുദ്ദീൻ എഴുതുമ്പോൾ എന്തൊക്കെ വേണം? നൂന്, ജീമ്, മീമ്, അലിഫ്, ലാമ്, ദാല്, യാ, നൂന്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അക്ഷരങ്ങളില്ലയോ? പക്ഷെ ചിലർ എഴുതുമ്പോൾ എന്തെഴുതും? നജ്മുദ്ദീൻ എഴുതുമ്പോൾ അലിഫ് ലാമ് ഒഴിവാക്കി എഴുതും. കാരണം എന്താ? ഉച്ചാരണത്തിൽ എന്ത് വരുന്നില്ല? അലിഫും ലാമും വരുന്നില്ല. അപ്പൊ അതെന്താ നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചൊരു പുസ്തകമുണ്ട്. നമ്മുടെ അറബി അക്ഷരങ്ങൾ പഠിക്കുന്നത് അല്ലേ? കായിക ഇല്ല. ആ കായികയിൽ അവസാനം ഒരു പേജുണ്ട്. എന്താണെന്നറിയോ? ആ പുസ്തകം അതിനകത്തുള്ള പേജ് എന്ന് പറയാൻ ഖമരിയായ അക്ഷരങ്ങളും ഷംസിയ അക്ഷരവും പഠിപ്പിക്കുന്നുണ്ട്. എന്ത് പഠിപ്പിക്കുന്നുണ്ട്? അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 28. അതിന്റെ പകുതി എത്ര? 14. 14 അക്ഷരങ്ങൾ ഷംസിയ അക്ഷരമാണ്. 14 അക്ഷരങ്ങൾ എന്താണ്? ഖമരിയ അക്ഷരമാണ്. എന്താണ്? അപ്പൊ ഈ ഷംസിയ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫിൽ ലാമിൽ വന്നാൽ ഉച്ചരിക്കത്തില്ല. അലിഫിൽ ലാമിനെയും അത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി നമ്മൾ നോക്കണം. എഴുതി നോക്കുമ്പോൾ ബിസ്മില്ലാഹി അൽ റഹ്മാനി അൽ റഹീം എന്ന് എഴുതുന്നത്. അവിടെ എന്ത് വേണം? അലിഫിൽ ലാമും വേണം. ആ അലിഫിൽ ലാമിന് വലിയ സ്ഥാനമാണ് അറബിയിലുള്ളത്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അലിഫിൽ ലാമും ചേർത്ത് കുറെ പദങ്ങൾ പറഞ്ഞു നോക്കാം. നമുക്ക് മദീന എന്ന് എഴുതും. അവിടെ എന്ത് എഴുതും? അൽ മദീന എന്ന് പറയും ഇല്ലയാ? നമ്മുടെ വീടിന് എന്ത് പറയും? ബെയ്ത്ത് എന്ന് പറയും. അവിടെ അല്ലി ചേർത്തെന്ന് പറയും അൽ ബെയ്ത്ത് എന്ന് പറയും ഇല്ലയാ? അപ്പൊ റഹ്മാൻ തന്നെ എഴുതിയ എന്താ പറയും? അർ റഹ്മാൻ എന്ന് പറയും. റഹീം എന്ന് അങ്ങനെ പറയും അർ റഹീം എന്ന് പറയും. അപ്പൊ ദീൻ എന്ന് പറയാൻ എന്താ പറയും? അദ്ദീൻ എന്ന് പറയും. അതുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ. അപ്പൊ ഇവിടെ എല്ലാം എന്ത് വരും? അലിഫും ലാമും വരും. ഉച്ചരിക്കുവോ? അതിന് പകരം എന്ത് വരും? ഷദ് വരും. പഠിച്ചോണം. ഷംസിയ അക്ഷരങ്ങൾ കൂട്ടത്തിൽ എല്ലാം എന്ത് വരും? ഇനി അവിടെ അവസാനം ദീൻ എന്ന് എഴുതിയേക്കണ്ടോ? അവസാനം സുക്കൂനിലെ എല്ലാ അറബി നിർത്തത്തുള്ളൂ. എല്ലാ അറബി പദങ്ങളും എങ്ങനെയാ നിർത്തുന്നത്? ഉദാഹരണം പറയുമ്പോൾ ഫാത്തിഹ നമുക്ക് എഴുതി നോക്കാം അല്ലേ? ഫാത്തിഹയിൽ ഒന്നാമത്തെ ഏതാ? ഒന്നാമത്തെ ആയത്ത് ഏതാ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. നിങ്ങൾ മുസാഹിബ് നോക്കിയാൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീമീനാ കിടക്കുന്നത്. നിർത്തേണ്ടത് എങ്ങനെയാ? റഹീം. അതുപോലെ ഫാത്തിഹയിൽ അടുത്ത ആയത്ത് ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന എന്നാ കിടക്കുന്നത്. നിർത്തുന്നത് എങ്ങനെയാ? അപ്പൊ നജ്മുദ്ദീനി എന്ന് പറയത്തില്ല, നജ്മുദ്ദീനു എന്ന് പറയത്തില്ല, നജ്മുദ്ദീന എന്ന് പറയത്തില്ല. പിന്നെ എങ്ങനെയേ പറയത്തുള്ളൂ? അപ്പൊ അറബിയുടെ ഒരു സൗന്ദര്യമാണ് സുക്കൂനിൽ നിർത്തല്. മനസ്സിലായോ? അറബിയുടെ സൗന്ദര്യം എന്താ? സുക്കൂനിലേ നിർത്തുള്ളൂ. ഈ സുക്കൂൻ കൊണ്ട് ഏതെങ്കിലും പദം തുടങ്ങുമോ? തുടങ്ങത്തുമില്ല. ഷദ് കൊണ്ട് തുടങ്ങുമോ? ഷദ് കൊണ്ട് തുടങ്ങത്തില്ല. അപ്പം ഫത്തഹ കിസർ ലമ്മുകൊണ്ടേ ഒരു പദങ്ങളിൽ അറബി തുടങ്ങത്തുള്ളൂ. അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? സുക്കൂൻ അല്ല. അപ്പൊ നജ്മുദ്ദീൻ കിട്ടിയില്ല. അപ്പൊ നമുക്ക് ആ പാട്ടൊന്നുകൂടെ പാടാം അല്ലേ? ഹർഫിന് മീതെ ഷദ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ഷദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി നജ്മുദ്ദീൻ. ഷദ്ദ പഠിച്ചു, മദ്ദ പഠിച്ചു, ജർറ പഠിച്ചു നജ്മുദ്ദീൻ. ബർറ പഠിച്ചു, സർറ പഠിച്ചു, കർറ പഠിച്ചു നജ്മുദ്ദീൻ.
കണ്ടാ ഒരു പാട്ടിലൂടെ നമുക്ക് എന്തായി ഷദ്ദിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ നമുക്ക് കിട്ടി അല്ലേ? അപ്പം മറ്റേ പാട്ട് കൂടെ പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? എന്താണ്? സുബഹി നേരം ദിക്റ് ചൊല്ലി ഞാൻ എഴുന്നേൽക്കും, ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ചു കുളിക്കും, ഒളു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കും, ഡ്രസ് ചെയ്ത് പുസ്തകവും പേനയെടുക്കും, പിന്നെ വേഗം മദ്രസയിൽ ചെന്ന് പഠിക്കും, നല്ല കുട്ടിയായി സ്വർഗം നേടി ജയിക്കും. നമ്മൾ സ്വർഗത്തിൽ നല്ല പദവിയിലെത്തുന്ന ഒരു പരിപാടി. മദ്രസയിൽ എല്ലാ ദിവസവും വരണം, മുടങ്ങരുത്. കാരണം എന്താ, നല്ല കാര്യങ്ങൾ പഠിക്കാൻ എവിടെ പോകുന്നത്? നമ്മൾ മദ്രസയിൽ പഠിക്കുന്നത്. നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പഠിച്ചിട്ടില്ലേ? അള്ളാഹിന്റെ റസൂലിനെ ചരിത്രം പഠിച്ചില്ലേ? നമ്മൾ മുത്തുനബിയുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കണ്ടേ? നല്ല നല്ല ആൾക്കാരുടെ ചരിത്രങ്ങളൊക്കെ എവിടെ നിന്നേ പഠിക്കാനൊക്കത്തുള്ളൂ? നമുക്ക് മദ്രസയിൽ നിന്ന് പഠിക്കാനൊക്കത്തുള്ളൂ അല്ലേ? ഒരുപാട് നിങ്ങൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.